എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആജ്ഞാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിക്കാം. ഓക്കെ, ആജ്ഞാപിക്കുക എന്നതിന് മറാഠിയിൽ ആജ്ഞ കർണേ എന്നാണ് പറയുക. നമ്മൾ ഓർഡർ കൊടുക്കുക, കമാൻഡ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ആർക്കാണ് സാധാരണ നമ്മൾ ഓർഡർ കൊടുക്കുക? നമ്മളെക്കാളും പ്രായത്തിലോ പദവിയിലോ ചെറുതായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ആജ്ഞ കൊടുക്കുക അല്ലെങ്കിൽ ആജ്ഞാപിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കുട്ടി ഇവിടെ എന്താ ചെയ്യണേ? ഒരു മാത്ത് പ്രോബ്ലം ചെയ്യാണ് അല്ലേ. അപ്പോൾ കുട്ടിയുടെ ഉത്തരം തെറ്റിയപ്പോൾ ടീച്ചർ കുട്ടിയോട് പറയാണ് പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേ എന്നാണ് കുട്ടിയോട് ടീച്ചർ പറയുന്നത്. അത് മറാഠിയിൽ എങ്ങനെ പറയും? ലക്ഷദേ. ലക്ഷദേ, ദേ എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. ലക്ഷദേ എന്ന് പറഞ്ഞാൽ പേ അറ്റൻഷൻ, ശ്രദ്ധിക്കേ. കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ ബഹളം വെക്കുമ്പോഴോ ഒക്കെ നമ്മൾ അവരോട് അടങ്ങിയിരിക്കേ എന്ന് പറയും അല്ലേ. അതിന് മറാഠിയിൽ എന്താ പറയുക? ശാന്ത് ബസ്. ബസ് എന്ന് പറഞ്ഞാൽ ഇരിക്കേ എന്നാണ് അർത്ഥം. ശാന്ത് ബസ്, അടങ്ങി ഇരിക്കേ. അതുപോലെ ബഹളം വയ്ക്കുക അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആ സമയത്ത് നമ്മൾ പറയില്ലേ മിണ്ടാണ്ടിരിക്കേ എന്ന് പറയും. അതിനെന്താ മറാഠിയിൽ പറയുക? ഗപ്പ് രഹ. മിണ്ടാതിരിക്കേ അല്ലെങ്കിൽ മിണ്ടരുത്. മിണ്ടാതിരിക്കേ, ഇരിക്കേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബസ് എന്നുള്ള വാക്ക് വരും. ഗപ്പ് ബസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേ. ഇവിടെ മിണ്ടരുത് എന്ന് പറയുമ്പോൾ പറയാൻ വേണ്ടി ഗപ്പ് രഹ എന്ന് വേണം പറയാൻ. ഇനി കൈയെടുക്ക് എന്നെങ്ങനെ പറയാം? കയ്യ് എന്നതിന് മറാഠിയിൽ ഹാത്ത് എന്നാണ് പറയുക. കാട് എന്ന് പറഞ്ഞാൽ എടുക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ ഹാത്ത് കാട്, കയ്യ് എടുക്ക്. ഇനി നമ്മൾ ഓർത്ത് വയ്ക്കേ അല്ലെങ്കിൽ റിമെമ്പർ ദിസ്, റിമെമ്പർ എന്ന് പറയാൻ മറാഠിയിൽ ലക്ഷാത് ഠേവ്, ഓർമ്മയിൽ വയ്ക്കേ, ഓർത്ത് വയ്ക്കേ, ലക്ഷാത് ഠേവ്. ഇവിടെ ഈ അച്ഛനും മോനും ഇരുട്ടത്ത് കാട്ടിൽ കൂടിയാണ് നടക്കണേ തോന്നുന്നു. അപ്പോൾ അച്ഛൻ മോനോട് വേഗം വേഗം നടക്ക് എന്ന് പറയാൻ മറാഠിയിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും? ഭർ ഭർ ചാൽ. ഭർ ഭർ വേഗം വേഗം, ചാൽ നടക്ക്, ഭർ ഭർ ചാൽ. ആരെങ്കിലുമൊക്കെ ഒച്ച വയ്ക്കുമ്പോൾ നമ്മൾ അവരോട് ഒച്ച വയ്ക്കാണ്ടിരിക്കുക എന്ന് പറയാറുണ്ട് അല്ലേ. ഒച്ച വയ്ക്കരുത് എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ ഡോണ്ട് ഷൗട്ട് എന്ന് പറയും. അത് മറാഠിയിൽ എങ്ങനെ പറയാം? ഓർഡു നക്കോസ്. നക്കോ എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ് അർത്ഥം. നക്കോസ്, നക്കോസ് എന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ നക്കോസ് എന്നുള്ള വാക്ക് വരും, അരുത് എന്ന് പറയാൻ വേണ്ടി. ഓർഡു നക്കോസ്, ഒച്ച വയ്ക്കരുത്, ഡോണ്ട് ഷൗട്ട്. കുട്ടികളെ എന്തെങ്കിലുമൊക്കെ വായിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വായിലിടരുത് എന്ന് പറയാറുണ്ട് അല്ലേ. അത് മറാഠിയിൽ എങ്ങനെ പറയാം? തോണ്ടാത്ത് ഘാലു നക്കോസ്. തോണ്ട് എന്ന് പറഞ്ഞാൽ വായ, ഘാലു നക്കോസ് ഇടരുത്. ഘാലിനെ ഇടുക എന്നാണ് അർത്ഥം. ആക്ഷൻ വേർഡ്സിൽ പഠിച്ചതാണ്. നക്കോസ് അരുത്. തോണ്ടാത്ത് ഘാലു നക്കോസ്, വായയിൽ ഇടരുത്. ഇവിടെ വാ എന്നെങ്ങനെ പറയാം? ഇഥേ യേ. ഇഥേ ഇവിടെ, യേ വാ. ഇഥേ യേ, ഇവിടെ വാ. അതുപോലെ തന്നെ അവിടെ പോ എന്നെങ്ങനെ പറയാം? തിഥേ ജാ. തിഥേ അവിടെ, ജാ പോ. തിഥേ ജാ, അവിടെ പോ. ഇനി വേഗം വേഗം ചെയ്ത് തീർക്ക് എന്ന് പറയാൻ പട്ട് പട്ട് ആവർ എന്നാണ് പറയുക. പട്ട് പട്ട്, ഭർ ഭർ എന്നൊക്കെ വേഗം വേഗം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. ആവർ എന്ന് പറഞ്ഞാൽ റെഡി ആവുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്ത് തീർക്കുക. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് നമ്മൾ പറയും പട്ട് പട്ട് ആവർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വേഗം വേഗം റെഡി ആവുക. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആവർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ റെഡി ആവുക എന്നാണ് അർത്ഥം വരിക. ജനറലി ആവർ എന്ന വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ചെയ്തു തീർക്ക് എന്ന് പറയാനാണ് ഉപയോഗിക്കുക. അപ്പോൾ പട്ട് പട്ട് ആവർ, വേഗം വേഗം ചെയ്തു തീർക്ക്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.